60 പവൻ തരാമെന്ന വ്യവസ്ഥയിലാണ് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത്. എന്നിട്ട് നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് കല്യാണത്തിന് പബ്ലിസിറ്റിയും കൊടുത്തു. എന്നിട്ട് ഇപ്പൊ പറയുന്നത് സ്വർണ്ണം ഇല്ലാന്ന്. ഇനി എന്നെ പറ്റിച്ച് ഈ കല്യാണം നടത്തിയാലും അവള് കേറി വരാൻ പോകുന്നതേ എന്റെ വീട്ടിലേക്കാ. മനസ്സമാധാനം കൊടുക്കില്ല ഞാൻ. കരഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങും. ഇറക്കിയിരിക്കും ഞാൻ. മോളെ, എന്താ കല്യാണത്തിന് ആഭരണം കൊടുക്കാൻ കഴിയത്തിലാണോ വിഷമം? അതല്ലച്ചാ, ആഭരണമൊന്നും കൊടുത്തില്ലേലും ആകാശം വിവേകം ഒന്നും പറയില്ല. അവര് രണ്ടുപേരും അത് ആഗ്രഹിക്കുന്നില്ല. വിവേകിന്റെ വീട്ടിലാണെങ്കിൽ കണക്ക് പറയാൻ അവിടെ ആരും ഇല്ലതാനും. പക്ഷേ അഖിലയുടെ അവസ്ഥ അതല്ല. ഉരുപ്പടികളൊന്നും ഇല്ലാതെ ചെന്നാ മാമി അവൾക്ക് സ്വൈര്യം കൊടുക്കില്ല. ദിവ്യപ്രഭയും അവക്ക് മനസ്സമാധാനം കൊടുക്കില്ല. അമ്മയും ഭാര്യയും പറയുന്ന താളത്തിനൊത്ത് തുള്ളുന്ന ഒരു പാവയാ സുമേഷേട്ടൻ. ഇവർക്കിടയിൽ നിന്ന് എപ്പോഴും അഖിലെ രക്ഷിച്ചു നിർത്താൻ ആകാശനും കഴിയില്ല. അതൊക്കെ ആലോചിക്കുമ്പോഴാ എനിക്ക് ടെൻഷൻ. നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അതാ അച്ഛാ ഞാനും ആലോചിക്കുന്നേ. അഖിലയുടെ സ്വഭാവച്ചൻ അറിയാലോ. എല്ലാവരും ചുറ്റും കൂടി കുത്തുവാക്ക് പറഞ്ഞ അവളുടെ മാനസികാവസ്ഥ മോശമാവും. അപ്പ തോന്നിയതങ്ങ് ചെയ്യുന്ന സ്വഭാവമാ. മോളെ, അച്ഛനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ അച്ഛാ? കല്യാണത്തിനിടുന്ന ആഭരണത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, അതിന് നമുക്ക് വഴിയുണ്ടാക്കാം. ഇപ്പോ 60 പവൻ കൊടുക്കണമെന്നല്ലേ അംബിക വാശി പിടിക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന ആഭരണങ്ങളെടുത്ത് അംബികയ്ക്ക് കൊടുത്താ പോരെ? കൊടുത്തിട്ട് കൈപ്പറ്റിയതായിട്ട് സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിക്കണം. അപ്പൊ പിന്നെ കല്യാണത്തിന് എന്ത് ചെയ്യാ? അതിന് ഒരു വഴിയുണ്ടാക്കാന്ന് അച്ഛൻ പറഞ്ഞല്ലോ. അച്ഛന്റെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് കുടിശ്ശിക സഹിതം അപ്പോഴേക്കും കിട്ടും. മോളെ, അതൊരു നല്ല തുകയുണ്ടാവും. അത് കിട്ടിയില്ലെങ്കിലോ അച്ഛാ? കിട്ടാതെ വരില്ല. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ ആകാശിന്റെ സമ്മതത്തോടെ നമ്മൾ തൽക്കാലത്തേക്ക് സ്വർണം സംഘടിപ്പിക്കും. അന്നൊരു ദിവസത്തേക്ക് മാത്രമല്ലേ? അതെ. ആ സ്വർണത്തിന് അംബികയും ദിവ്യപ്രഭയൊന്നും അവകാശം പറയില്ലല്ലോ മോളെ. ആകാശ് മാത്രം അറിഞ്ഞാ പോരെ. അതിന്റെ ഒന്നും ആവശ്യം വരില്ല. അച്ഛൻ അതിനു മുമ്പേ കാശ് കിട്ടും. അപ്പോ അങ്ങനെ തന്നെ ചെയ്യാല്ലേ അച്ഛാ? ഇനി നമ്മൾ കൂടുതൽ ആലോചിക്കണ്ട, അങ്ങനെ തന്നെ ചെയ്യാം. എന്റെ മോള് ഫോൺ എടുത്ത് അംബികയെ വിളിച്ചേ. എന്നിട്ട് കൂടുതൽ വിവരമൊന്നും പറയണ്ട, നേരിട്ട് സംസാരിക്കാന്ന് മാത്രം പറഞ്ഞാ മതി. അച്ഛൻ ഡീൽ ചെയ്തോളാം കാര്യങ്ങള്. നീ വിളിക്കേ. അപ്പൊ വിളിക്കല്ലേ? പിന്നല്ലാതെ വിളിക്കേ. ധൈര്യമായിട്ട് വിളിക്കേ. വിളിക്കട്ടെ? നാശം. കല്യാണം നടത്തണ്ടേ? കാശില്ലാന്ന് പറയാനായിരിക്കും. എന്താ? അത് എനിക്ക് അംബിക മാമിയോട് ഒരു കാര്യം പറയാനുണ്ട്. കല്യാണത്തിനെ കുറിച്ചാണെങ്കിൽ എനിക്കൊന്നും കേൾക്കണ്ട. കല്യാണത്തെക്കുറിച്ച് തന്നെയാ. പക്ഷേ എനിക്ക് മാമിയോട് നേരിട്ടൊന്നും സംസാരിക്കണം. എനിക്ക് മാത്രമല്ല, അച്ഛനും. എന്ത് സംസാരിക്കാന്? എന്റെ ചെക്കനെ അവള് വളച്ചെടുത്തല്ലോ. ഇനിയിപ്പോ ഒന്നും കിട്ടിയില്ലെങ്കിലും അവൻ അവളെ കെട്ടും. നീ എന്തായാലും കൈ നനയാതെ മീൻ പിടിച്ചല്ലോ. അപാര ബുദ്ധി തന്നെ. മാമി കാര്യമൊന്നും അറിയാതെ സംസാരിക്കരുത്. ഞങ്ങൾ അങ്ങനെ നടതല്ലി ഇറക്കി വിടൊന്നുമില്ല അഖിലെ. അതുകൊണ്ടായില്ലല്ലോ. കല്യാണത്തിന് 5 or 6 പവൻ ഇട്ടിട്ട് എന്താ കാര്യം? എനിക്ക് കിട്ടാനുള്ള 60 പവന്റെ കാര്യത്തില് എന്ത് തീരുമാനം ഉണ്ടാക്കും? അംബികേ, തീരുമാനം ഉണ്ടാക്കും. അതിനാ നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞത്.
നിനക്ക് സമ്മതമാണെങ്കിൽ രാവിലെ കാണാം. ഈ ഡീലിങ്സ് നമ്മൾ മൂന്നുപേര് മാത്രം അറിഞ്ഞാൽ മതി. ആ ശരി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.